എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് വളരെ ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലത്താണ്. ആ ഭക്തിസാന്ദ്രമായ സ്ഥലമെന്ന് പറയുമ്പോൾ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു നമ്മുടെ കോഴിക്കോട് കാസർഗോഡ് റൂട്ടിലുള്ള ഒരു അതിവിശാലമായ പവിത്രതയുള്ള ഒരു സമൂഹം ഗൗഡസാരസ്വത ബ്രാഹ്മണർ താമസിക്കുന്ന ഒരിടം. ആ പയ്യന്നൂരിലെ വിഠോബ ദേവസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വിഠോബ ദേവസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത നൂറ്റാണ്ടുകളായി 50 വർഷം മുമ്പ് പയ്യന്നൂർ GSP സമുദായത്തിന് ആരും തന്നെ ഇല്ല ഒരു തുണ എന്നുള്ള രീതിയിൽ അധികം ഫാമിലീസ് ഒന്നും ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു ഗൗഡസാരസ്വത ബ്രാഹ്മണർ പയ്യന്നൂർ. അവരുടെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ട് പൊരുതി പൂർവികന്മാർ വന്ന് കുടിയേറിയ സ്ഥലമാണ് പയ്യന്നൂർ. അപ്പോൾ ഈ പയ്യന്നൂർ അമ്പലത്തിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്കൊരു ദേവസ്ഥാനമോ അല്ലെങ്കിൽ സംഗമിക്കാനൊരു ഇടമോ ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ച ഒരു ഭാഗ്യം പോലെ അവർ സമുദായത്തിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടി അവരൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ ഏറ്റവും ഭക്തവത്സലനായിട്ടുള്ള വിഠോബ റുക്കുമായി, ശരിക്കു പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ വേറൊരു അവതാരമാണ് വിഠോബൻ. അപ്പോൾ ആ ശ്രീകൃഷ്ണ രുക്മിണി എന്നുള്ള ആ പരമാർത്ഥത്തിൽ അവർ ആ സമയത്ത് ഒത്തുചേർന്ന പൂജാരിമാരും സ്നേഹിതന്മാരും അതുപോലെ അവരുടെ സമുദായത്തിൽ GSP സമുദായത്തിലെ അംഗങ്ങളും എല്ലാം ചേർന്നിട്ട് വളരെ ബൃഹത്തായിട്ട് സ്ഥാപിച്ച ഒരു ദേവസ്ഥാനമാണ് പയ്യന്നൂർ വിഠോബ ദേവസ്ഥാനം. ഇന്നിത് പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തിസാന്ദ്രമായ 50 വർഷങ്ങളാണ് ഇവിടെ കടന്നുപോയത്. അവർ തന്നെ അറിഞ്ഞിട്ടില്ല എത്ര സുന്ദരമായിട്ടാണ് അവരുടെ ഫാമിലീസൊക്കെ ഇവിടെ ഗ്രോ ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്, വളർന്നു വന്നത്. അത്ര സുന്ദരമായ അന്തരീക്ഷത്തിൽ പൈതൃകപരമായ നഗരത്തിൽ വ്യാപാരവും വ്യവസായവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങളും അലങ്കരിച്ച് എല്ലാ ഫാമിലീസും കുടുംബങ്ങളും ഒത്തൊരുമയോടെ പോകുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് തോന്നി ഒരു സുവർണ കലശാഭിഷേകം, സഹസ്ര കലശാഭിഷേകം നടത്തണം, കുംഭാഭിഷേകം നടത്തണം എന്നുള്ള അഭിപ്രായത്തിൽ അവർ ഒത്തുകൂടുകയും അത് ഒരു 1.5 വർഷമായിട്ട് അവർ പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വേദി. ആ 1.5 വർഷത്തെ അവരുടെ പ്രയത്നമെന്ന് പറയുന്നത് നാടാന്തരം നടന്ന് ക്ഷണിച്ച് തന മന ധന നോക്കാതെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടന്ന് അവർ സ്വരൂപിച്ച പൈസയും അതുപോലെ മനസ്സും അതുപോലെ അവരുടെ പ്രയത്നവും കൂടി ചേർന്ന് ഇന്ന് ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തോടുകൂടി അനുബന്ധിച്ചുള്ള ഈ അഭിഷേകം എത്ര സുന്ദരമായെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, അത്ര സുന്ദരമായത്. പക്ഷേ വേറൊരു കാര്യം പറയേണ്ടതുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിലെന്നല്ല, ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെ ഇവിടെ ഭക്തജനങ്ങൾ എത്തുകയും ആ കാര്യക്രമത്തിൽ പങ്കെടുക്കുകയും അവരുടെ ഈ GSBയുടെ പരമപൂജനീയ ഗുരുവര്യരുടെ ഹസ്തങ്ങളാൽ ഇവിടെ നടത്തിയ ഈ പൂജ അല്ലെങ്കിൽ ഈ കുംഭാഭിഷേകം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളെ ഈ വിവരമൊന്ന് ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോയാണ്. കാണുക, ആസ്വദിക്കുക. താങ്ക് യു വെരി മച്ച്.